ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ മഴ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. കൂടാതെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ ആറുകളിൽ നേരിയ തോതിൽ ജലനിരപ്പ് താഴുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പക്ഷേ ഗതാഗതം നടക്കുന്നുണ്ട്. KSRTC സർവീസുകൾ ഇപ്പോഴും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നടക്കുന്നുണ്ട്. ഇന്ന് വെള്ളം ഇറങ്ങുകയാണെങ്കിൽ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലും ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും 108 ക്യാമ്പുകളിൽ 8000-ലധികം ആളുകൾ ഇപ്പോഴും കഴിയുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിലും ചെങ്ങന്നൂരിലുമായിരുന്നു അതീവ ഗുരുതരമായ സ്ഥിതി. ചെങ്ങന്നൂരിൽ നിന്നും ഇപ്പോൾ വെള്ളക്കെട്ട് ഒഴിയുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ചെങ്ങന്നൂരിലും അപ്പർ കുട്ടനാടൻ മേഖലകളിൽ നിന്നും വെള്ളം പൂർണ്ണമായും താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അത് കുട്ടനാടൻ മേഖലയിലേക്ക് വരും. എന്തായാലും കുട്ടനാടിൻ്റെ ഒരു സവിശേഷ ഭൂപ്രകൃതി അനുസരിച്ച് 2-3 ദിവസമെങ്കിലും എടുക്കും വെള്ളം പൂർണ്ണമായും ഒഴിഞ്ഞു പോകാൻ. മടവീഴ്ചയെ തുടർന്ന് പല കൃഷിയുള്ള പാടശേഖരങ്ങളിലും വെള്ളം കയറിക്കിടപ്പുണ്ട്. കൂടാതെ തോട്ടപ്പള്ളി സ്പിൽവേയിലെ പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ വിവാദം ഇന്നലെ വലിയൊരു രീതിയിൽ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെ രാത്രി വൈകിയും തോട്ടപ്പള്ളി സ്പിൽവേയിലെ പൊഴി പൂർണ്ണമായും മുറിക്കുന്നതിനുള്ള നടപടികൾ ഇറിഗേഷൻ വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. രാത്രി വൈകിയും 3 ഹിറ്റാച്ചുകൾ നിർത്തിക്കൊണ്ട് മുഴുവൻ സമയം തോട്ടപ്പള്ളി സ്പിൽവേയിലെ പൊഴി മുറിക്കുന്നതിനുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആലപ്പുഴ ജില്ലയിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ശക്തമായ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. കൂടാതെ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കുറഞ്ഞിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ ആറുകളിലൂടെ വെള്ളം ധാരാളമായി ഒഴുകുന്നുണ്ട്. ഈ സ്ഥിതി കുറേ മണിക്കൂറുകൾ അല്ലെങ്കിൽ 2-3 ദിവസം ഈ സ്ഥിതി തുടർന്നാൽ മാത്രമേ പൂർണ്ണമായും കുട്ടനാട്ടുകാർക്ക് അല്ലെങ്കിൽ ആലപ്പുഴക്കാർക്ക് ചെങ്ങന്നൂറുകാർക്കൊക്കെ ആശ്വസിക്കാനിടയാകുകയുള്ളൂ. എന്തായാലും വെള്ളം ഇന്ന് പൂർണ്ണ തോതിൽ ഇറങ്ങി മാത്രമായിരിക്കും പലരും ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങിപ്പോവുക. എന്തായാലും ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങുമെന്നായിരുന്നു ഇന്നലെ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നത്. ഇന്ന് ജില്ലയ്ക്ക് 3 താലൂക്കുകൾക്ക് അവധിയാണ്. ചെങ്ങന്നൂർ, കുട്ടനാട്, കാർത്തികപ്പള്ളി താലൂക്കുകൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് ആശ്വാസമുണ്ട്. ശക്തമായ മഴയില്ല. വെള്ളം ധാരാളമായി കടലിലേക്ക് ഒഴുകിപ്പോകുന്നു. തോട്ടപ്പള്ളി സ്പിൽവേ പൂർണ്ണമായി മുറിക്കുമ്പോൾ പൂർണ്ണമായ ഒരു ആശ്വാസത്തിലേക്ക് കടക്കും. ആ നിലയ്ക്ക് ഉള്ള ഒരു വിവരങ്ങളാണ് ഈ മണിക്കൂറുകളിൽ ആലപ്പുഴയിൽ നിന്ന് നമുക്ക് പങ്കുവെക്കുവാൻ കഴിയുക. ദേശ് കാഞ്ഞികാവിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1, ആലപ്പുഴ.